എന്തുവാ ഇന്നലെ കാണിച്ചത്? എനിക്കതാ അറിയേണ്ടത്. രണ്ടെണ്ണം കൂടെ എന്തോ കാണിച്ചത്? ആദ്യ കുർബാനയ്ക്ക് ഒരുങ്ങാൻ വന്നിട്ട് കൊച്ചിനെ നാടോടിയർത്ഥത്തിന് ഒരുക്കി വിട്ട്. രണ്ടെണ്ണം കൂടി ഇല്ലേ? എന്റെ പൊന്നടെ ഈ അമ്മ കാണിച്ച പണിയാ, അല്ല ഞാനൊന്നും ചെയ്തിട്ടല്ല. അമ്മ എന്നമ്മേ കാണിച്ചത്? ഞാനൊന്നും അല്ല. അമ്മയല്ലെന്ന് പറയുന്നല്ലോടി. അമ്മയാണ് എന്നോട് വന്ന് പറഞ്ഞത് കൊച്ചിനെ നാടോടി നൃത്തത്തിന് ഒരുക്കി വിടാന്. അമ്മ അങ്ങനെ പറഞ്ഞോ? ഞാൻ പറഞ്ഞിട്ടില്ല മോനെ, ഞാൻ ആദ്യ കുർബാനയ്ക്ക് ഒരുക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. നിന്റെ അമ്മേ കള്ളത്തരം പറയാനുണ്ടല്ലോ. ഈ അമ്മയാണ് എന്നോട് പറഞ്ഞത് കൊച്ചിന് നാടോടി നൃത്തമാണ്, കാക്കാത്തിയായിട്ട് വേഷം കൊണ്ട് അച്ഛന് വെളി നിപ്പുണ്ട് ഒരുക്കാനെന്ന്. അങ്ങനെ ഞാൻ ഒരുക്കി വിട്ടതാ. എന്തോ ആയാലും വളരെ കേമമായിട്ടുണ്ട് കേട്ടോ. നാട് മൊത്തം ചീത്തപ്പേരായിട്ടുണ്ട്. നേരത്തെ നിങ്ങളെ രണ്ടുപേരെ ഓർത്ത് എനിക്ക് അഭിമാനം ഉണ്ടായിരുന്നു നാട്ടിലോട്ട് ഇറങ്ങിയ. ഇപ്പൊ ഞാൻ വെളിയിലോട്ട് ഇറങ്ങുമ്പോഴേ എല്ലാരും എന്നെ നാടോടി എന്നാ വിളിക്കുന്നത്. എന്തോ മോനെ? നാടോടിന്ന്. അങ്ങനെ ഇതെല്ലാം പോട്ടെ നോക്കാം. മണ്ടൻ തന്തയുടെ കാര്യം ഓർക്കുമ്പോഴാ ആദ്യ കുർബാനയ്ക്ക് ഒരുക്കാൻ വന്ന കൊച്ചിനെ നാടോടി അർത്ഥത്തിന് അങ്ങ് ഒരുക്കി. ആ തന്ത പൊക്കിയെടുത്ത് കൊണ്ടുപോയിരിക്കുന്ന പള്ളിയില്ല കൊച്ചിന്. എന്നിട്ട് കുർബാന കൊടുത്തോ മോനെ? കുർബാനയല്ല, കൂമ്പിന് കുത്താ പള്ളിയിലച്ചൻ കൊടുത്തത്. പള്ളിയിൽ നിന്ന് പുറത്താക്കി, പള്ളിക്കാരെ കളിയാക്കിയെന്ന് പറഞ്ഞ്. അയ്യോ, നീ എന്തൊരു മഹാഭാവി അടി. തലയിൽ ഇടുത്തിരി വിട്ടു. ഒരു കുടുംബം മൊത്തം കുളം തോണ്ടി നീ. എടേ അമ്മ ചുമ്മാ കള്ളത്തിനും പറയുവാ. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. കൂടുതലങ്ങ് വിശേഷം എടുക്കല്ലേ കേട്ടാ. രണ്ടുപേരും ഒന്ന് നിർത്തുവോ? അതാ ഞാൻ രണ്ടുപേരോട് ഒരു കാര്യം പറയാം. നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന പ്രസ്ഥാനമാണ്. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഈഗോ ആണെങ്കിൽ ഈ പ്രസ്ഥാനം മുമ്പോട്ട് പോകത്തില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈഗോ മാറ്റി വെച്ച് നല്ല രീതിയിൽ പ്രസ്ഥാനം കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ മാത്രം കൊണ്ടുപോയാൽ മതി. അല്ലെങ്കിൽ ഇവിടെ വെച്ച് ഇപ്പം നിർത്തിക്കണം. അല്ലെങ്കിലേ നീ വേറെ വല്ല പണിക്ക് പോകാൻ നോക്ക്. അമ്മേ വരുന്ന ഇച്ചായിമാർക്ക് പിരിവത്തെ ഗോപുരം പണിഞ്ഞു കൊടുക്കുക, അമ്പോ വില്ലോ എന്തോ കൊടതാമരയോ കൊടച്ചക്രോ എന്തോ എന്ന് വെച്ചാൽ പണിഞ്ഞു കൊടുക്ക് കേട്ടോ. അങ്ങനെ അങ്ങ് പോട്ടെ. ഇതിനുള്ള പണി ഞാൻ നിങ്ങൾക്ക് അളന്ന് തന്നെ തരും തള്ളേ. നീ അളന്നേ തരും, ഞാൻ നിനക്ക് തൂക്കി തരും മോളെ. എന്താ? ഞാൻ മുടി ഒന്ന് ഡൈ ചെയ്യാന്ന് വിചാരിച്ചു വന്നതാ. നാളെ ഒരു കല്യാണം ഉണ്ടേ, അപ്പൊ മൊത്തത്തിലൊന്ന് കറപ്പിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു. അതിനെന്താ, ഇരുന്നാട്ടെ. ഓക്കെ. ചേച്ചി, മുടി ഒന്ന് കേളിയണമായിരുന്നു. സെറ്റല്ലേ? ഫാഷനാക്കി തരണം ഉറപ്പായിട്ടും. ഇതൊന്ന് നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് കേൾ ചെയ്തെടുക്കാം. ചെറിയ കേൾസ് കണ്ടു കഴിഞ്ഞാൽ ഞെട്ടണം. നമ്മളൊക്കെ ന്യൂജൻ അല്ലേ, ഓൾഡ് ഫാഷൻ ഒന്നും വേണ്ട. നൈസ് ഹെയർ ആണ്, ടെക്സ്ചറും കൊള്ളാം. പക്ഷെ ചെറിയ ഡാമേജ് ഉണ്ട്. നമുക്ക് അതിനൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് പെർമനൻറ്റ് കേൾ ചെയ്യാം. ഓക്കെ. അതെ, ദാണ്ട ഫോൺ ബെല്ലടിക്കുന്നുണ്ട് കേട്ടോ. ഫോണ്. ഹലോ, ആ ആ ആ ആ ശരി ശരി ശരി. അവർക്ക് ഇത് മതി.
വിധിച്ചതാ വിധിയിലാകെ ചതികള ഇനി കളിച്ച് നടന്ന കൊതിച്ചത് വിജയം എനിക്കതുറച്ചത് തുടങ്ങിയാലോ? നമുക്കങ്ങ് തുടങ്ങിയാലോ? ഡൈ ചെയ്തായിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. നീ കേള് ചെയ്തായിരുന്നോ? കേള് ചെയ്തായിരുന്നോ? നൈസ്. വീട്ടിലേക്ക് പോയാലോ? പോകാം. കേറ്റു? പോയി നോക്കാം. പപ്പ പേടിക്കും. ഹലോ ഗൈസ്, ഞാൻ നിങ്ങളുടെ സുമിതി ചേച്ചി. ഞാനിപ്പോൾ ഈ ലൈവിൽ വന്നിരിക്കുന്നത് എൻ്റെ കൂട്ടുകാരിക്കും അവളുടെ മകൾക്കും ഉണ്ടായ ഒരു ദുരനുഭവത്തെക്കുറിച്ച് പറയാനാണ്. എൻ്റെ കൂട്ടുകാരിയും അവളുടെ മകളും ഇവിടെ അടുത്തുള്ള സുന്ദരി ബ്യൂട്ടി പാർലറിൽ ഒന്ന് ഒരുങ്ങാൻ വേണ്ടി പോയതാണ്. അവൾ ഹെയർ ഡൈ ചെയ്യാൻ വേണ്ടിയാണ് പോയത്. പക്ഷേ ഇപ്പം അവൾ ഡൈ ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. അവളുടെ ഭർത്താവാണെങ്കിൽ അവളെ വീട്ടിൽ നിന്ന് തന്നെ ഇറക്കി വിട്ടിരിക്കുകയാണ്. അവളുടെ മകളുടെ മുടിയാണെങ്കിൽ ഒരു പാറ്റ കരണ്ടതുപോലെ ആയിരിക്കുകയാണ്. അവർക്ക് വെളിയിലോട്ട് പോകുന്ന പോലും എന്ന് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഗൈസ്. എനിക്ക് വ്യക്തിപരമായിട്ട് ഈ ബ്യൂട്ടി പാർലറിനെ അറിയത്തില്ല. നാട്ടുകാർ പറഞ്ഞുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ. നാടിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കിത് നിങ്ങളോട് പറയേണ്ടി തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ മെസ്സേജ് എല്ലാവരിലും എത്തിക്കണം. ഈ വീഡിയോസ് നിങ്ങൾ എല്ലാവരിലും ഷെയർ ചെയ്യണം. ആരും ഇനി ഇതുപോലൊരു ചതുക്കുഴിയിൽ ചെന്ന് ചാടരുത്. എല്ലാവരിലും നിങ്ങൾ എത്തിക്കുമല്ലോ എന്ന് നിങ്ങളുടെ സുമതി ചേച്ചി. കേട്ടായിരുന്നോ ഓരോരുത്തർ ലൈവ് വിട്ടേക്കുന്നത്? ഓ കേട്ടായിരുന്നു. മോടെ കേമത്തരത്തെ പറ്റി അവർ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. എൻ്റെ കേമത്തരോ? ആ കൊള്ളാം. മുടി ഡൈ ചെയ്യാൻ വന്ന ആളുടെ മുടിയുടെ കളർ കണ്ട് നാട്ടുകാർ ഞെട്ടിയെന്ന ആൾക്കാർ പറയുന്നത്. ആളിപ്പോ സൂലുണ്ടെന്നാ കേട്ടെ. കഷ്ടം തന്നെ. ഓ, നീ മുടി ഉരുട്ടി വിട്ട കൊച്ചിനെ കുമ്പിടിയായിട്ട് വാഴിക്കാൻ പോവാന്നെന്ന് പറയുന്ന കേട്ടോ. അതെന്റെ കുഴപ്പമൊന്നും അല്ല. അത് എന്തൊക്കെയാ കാണിച്ചു വെച്ചത്? എന്തൊക്കെയോ മറിമായോ ഇവിടെ നടന്നിട്ടുണ്ട്. മാറിമായൊന്നുമില്ല. ഒരുക്കാൻ അറിയാൻ വയ്യാങ്കിൽ ഇറങ്ങി പോടി. അതെ, ഈ പണിയിൽ കൂടുതൽ പ്രൊഫഷണലിസം അത് എനിക്ക് മാത്രമേ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയത്തുള്ളൂ. അമ്മ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. പക്ഷേ ഈ ഫീൽഡിലെ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളത് എനിക്കാ. എക്സ്പീരിയൻസിലൊന്നും ഒരു കാര്യമില്ല. അറിവ് അതാണ് ഏറ്റവും വലുത്. അത് അമ്മയ്ക്കില്ല, എനിക്കുണ്ട്. അറിവ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടായില്ല. പക്വത വേണം. അത് നിനക്കില്ല. അതുകൊണ്ട് ഞാൻ അംഗീകരിക്കത്തില്ല. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഈ പാർലർ സൂപ്പറാ. ചേച്ചി ഡീറ്റാൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നേ. എന്നാ പിന്നെ ഇങ്ങോട്ടിരുന്നോ മോളെ. മോളെ നന്നായി ഡീറ്റാൻ ചെയ്യണമെങ്കിൽ ഇവിടെ ഇരുന്നോ. ഞാൻ നല്ല വൃത്തിക്ക് ഡീറ്റാൻ ചെയ്തു തരും. അല്ല, മോൾ ഇവിടെ അടുത്ത് വന്നായിരുന്നോ തലമുടി ചുരുട്ടിയത്? അല്ല, എന്തേ? അല്ല, കഴിഞ്ഞ ദിവസം വന്ന ഒരാളെ ഇതുപോലെ ആക്കി ഒന്ന് ഇറക്കി വിട്ടായിരുന്നു. അയാൾ ഇത് നാച്ചുറലാ. മോളിവിടെ ഡൈ ചെയ്യാൻ വല്ലതും വന്നിട്ടുണ്ടോ? അല്ല, എന്തേ? ഇതുപോലെ ഡൈ ചെയ്യാൻ വന്ന ഒരാൾ ഇതിനേക്കാളും വൃത്തികെട്ട കളറിൽ ഇതുവഴി ഇറങ്ങി പോകുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ചോദിച്ചതാ. മോളെ, എക്സ്പീരിയൻസ് ഉള്ളവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മോൾ ഇങ്ങോട്ടിരിക്കാം. മോളെ, എക്സ്പീരിയൻസിലൊന്നും യാതൊരു കാര്യമില്ല. നല്ല പ്രൊഫഷണൽ ടച്ച് ഉള്ള ഒരാൾ മോളുടെ മുഖത്ത് കൈവെക്കണമെങ്കിൽ മോൾ അവിടെ ഇരുന്നേ പറ്റൂ. മോളെ, പൈതൃകവും പാരമ്പര്യവും ആഠ്യത്വവും ഉള്ളവർ ചെയ്യണമെന്നെങ്കിൽ മോൾ ഇവിടെ ഇരിക്കാം. മോളെ, എനിക്ക് ആട്ടാനും തുപ്പാനും ഒന്നും അറിയത്തില്ല. പക്ഷെ നല്ല വൃത്തിയായിട്ട് മോളുടെ മുഖം കൈകാര്യം ചെയ്യാൻ അറിയാം. ഓക്കെ. അത് ശരിയാ. ആൾക്കാരെ കൈകാര്യം ചെയ്തിട്ടേ ഇവിടെ താഴെ കിടക്കുന്ന കണ്ടായിരുന്നു. മോളെ, യൂത്തിന്റെ പൾസ് അറിഞ്ഞ് അപ്ഡേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ മോൾ അവിടെ വന്നിരുന്നേ പറ്റൂ.
അന്ന ചേച്ചി ചെയ്താ മതി. എന്തോ ഇഷ്ടമാണ് ആളുകൾക്ക് എന്നെ. ബാ മോളെ. ഓ സുന്ദരിയാക്കും ഞാൻ. അങ്ങോട്ട് അത് കയറി കൊടുക്കടി. മോൾ എത്ര ഫ്രീക്വന്റ് ആയിട്ട് ഫേഷ്യൽ ചെയ്യാറുണ്ട്? ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ചേച്ചി. ഇതുവരെ ചെയ്തിട്ടില്ല ലൈഫില്? ഇല്ല ചെയ്തിട്ടില്ല. ആ എനിക്ക് മോള് നല്ല ബെസ്റ്റ് സ്ഥലത്താണ് വന്നേക്കുന്നത്. ഈ ലൊക്കാലിറ്റിയിൽ ഇത്രയും നല്ല ഫേഷ്യൽസ് കിട്ടത്തേ ഇല്ല. നമ്മുടെ പാർലർ ആയതുകൊണ്ട് പറയല്ല, ഇവിടെ ഇമ്പോർട്ടഡ് പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഞാൻ നോക്കി സെലക്ട് ചെയ്ത് കണ്ടുപിടിക്കുന്ന പ്രോഡക്റ്റ് വേറെ എങ്ങും കിട്ടത്തില്ല, ലോക്കൽ അല്ല കേട്ടോ. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ക്രീം മോൾ ഉപയോഗിച്ചാൽ മതി കേട്ടോ. മോക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തുവായത്? എന്തുവായത്? മാർഗങ്ങൾ പലവിധം, ലക്ഷ്യമാണ് പ്രധാനം. രോധങ്ങൾ പലതരം, ചങ്കൂറ്റമാണതായുധം. മാർഗങ്ങൾ പലവിധം, ലക്ഷ്യമാണ് പ്രധാനം. രോധങ്ങൾ പലതരം, ചങ്കൂറ്റമാണതായുധം. 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 അയ്യോ എന്തോ കാണിച്ചു വെച്ചേക്കുന്ന? എന്ത് മോളെ? ഒന്നുമില്ല മോക്ക്, ഒന്നുമില്ല. എന്തൊന്നുമില്ല. മുഖത്ത് എന്തൊക്കെ വാരി തേച്ചിട്ട് അവരുടെ ഇമ്പോർട്ടന്റ് ഒറ്റകളുടെ കരച്ചിൽ എന്താ രസം. എന്താ പറ്റി ബ്രോ? ഒന്നും പറയണ്ട, ക്ലച്ച് കേബിൾ പൊട്ടിയതാന്ന് തോന്നുന്നു. എവിടെയെങ്കിലും അത്യാവശ്യമായിട്ട് പോകാനാണോ? ഞാൻ വിടണോ? വേണ്ട ബ്രോ, കുഴപ്പമില്ല, സാരമില്ല. ഓ ശരി ശരി. എവിടെ പോകാനായിരുന്നു? എൻ്റെ പൊന്നു ബ്രോ ഒന്നും പറയണ്ട, ഇവിടെ തള്ളയും മോളോട് നടത്തുന്ന ഒരു ബ്യൂട്ടി പാർലറുണ്ട്. എന്തുവായിരുന്നു അതിൻ്റെ പേര്? സുന്ദരി. ആ അത് തന്നെ. എൻ്റെ പൊന്നു ബ്രോ ഒന്നും പറയണ്ട, എൻ്റെ പെങ്ങളെ ഈയിടയ്ക്ക് ഒന്ന് ഫേഷ്യൽ ചെയ്യാൻ കൊണ്ടുപോയതാ. ഇപ്പാണ് അവളുടെ മുഖം മൊത്തം കുരുവായിട്ട് അവിടെ വീട്ടിൽ കിടപ്പുണ്ട്. ഓ കഷ്ടമായി പോയി. എന്തോ ഓരോ കാര്യം. ഇന്ന് ആ തള്ളയെ മോളെ ഞാൻ ശരിയാക്കും. ബ്രോ ഇപ്പൊ എന്തോ ചെയ്യാൻ പോവോ? എന്തോ ചെയ്യാനാന്നോ? തള്ളയ്ക്കും മോൾക്കും എൻ്റെ സ്വഭാവം അറിയത്തില്ല, എല്ലാത്തിനെയും കൂട്ടിയിട്ട് ഞാൻ കത്തിക്കും. അത് നല്ല തീരുമാനം. ഒരു കാര്യം ചെയ്യ്, ബൈക്ക് ഇവിടെ വെച്ചിട്ട് ബ്രോ നടന്നു പോകും. ഇപ്പോഴത് തിളച്ച് നിൽക്കുക. 4 എണ്ണം അങ്ങ് പറ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ഞാൻ ആ കവലയിൽ ഒരു ഓട്ടോറിക്ഷ പറഞ്ഞു വിടാം. ഓട്ടോ വിളിച്ചു, അതാ പഞ്ച്. ഞാൻ ഇപ്പോൾ പറഞ്ഞു വിടാം കേട്ടോ. 4 എണ്ണം പറയണേ, പറയാതെ പോവരുത്. കത്തിക്കും കത്തിക്കും. എന്താ വേണ്ടേ? ത്രെഡിങ് ആണോ? അല്ല. വാക്സിംഗ് ആണോ? അല്ല. പെരിക്യൂർ ആണോ? അല്ല. മാനിക്യൂർ ആണോ? അല്ല അല്ല അല്ല. ഡൈ ചെയ്യാൻ വന്നാണോ? അല്ലേ അല്ല. കളർ ചെയ്യാൻ വന്നല്ലേ? അല്ല അല്ല അല്ല. ക്ലീൻ ചെയ്യാൻ വന്നാണോ? സ്പാ ചെയ്യാൻ വന്നാണോ? അല്ല അല്ല അല്ല. ഓ സ്ട്രേറ്റ് ചെയ്യാൻ വന്നതാ അല്ലയോ? അയ്യോ അല്ലേ അല്ല. ചേച്ചി പൈസ ഓർത്ത് ചേച്ചി ടെൻഷനെ അടിക്കണ്ട. ഇവിടെ അടിപൊളി ഓഫർ ഉണ്ട്. ഈ പരിസരത്തുള്ള ഓരോ ബ്യൂട്ടി പാർലറിലും അത്തരത്തിലുള്ള ഒരു ഓഫർ ചേച്ചിക്ക് കിട്ടത്തില്ല. അതൊക്കെ ഒന്ന് കേക്കട്ടെ, പറഞ്ഞാട്ടെ. ത്രെഡിങ് ചെയ്ത വാക്സിംഗ് ഫ്രീ. ഓ. വാച്ചിങ് ചെയ്ത ത്രെഡിങ് ഫ്രീ. ആഹാ. കെരാറ്റിൻ ചെയ്ത സ്പാ ഫ്രീ. സ്പാ ചെയ്ത കെരാറ്റിൻ ഫ്രീ. ആന്നോ? പെഡിക്യൂർ ചെയ്ത മാനിക്യൂർ ഫ്രീ. മാനിക്യൂർ ചെയ്ത പെഡിക്യൂർ ഫ്രീ. അടിപൊളി. കളറിംഗ് ചെയ്ത ബ്ലീച്ചിങ് ഫ്രീ. ബ്ലീച്ചിങ് ചെയ്ത ബ്ലീച്ചിങ് ഫ്രീ. ആഹാ. അതെന്തോ? ഫേഷ്യൽ ചെയ്ത ക്ലീനപ്പ് ഫ്രീ. ക്ലീനപ്പ് ചെയ്ത സിപ്പപ്പ് ഫ്രീ. അതുകൊണ്ടോ? സ്ട്രൈറ്റനിങ് ചെയ്ത കേളിംഗ് ഫ്രീ. ഇത് ചെയ്ത അത് ഫ്രീ. ഹെഡ് മസാജ് ചെയ്ത ബോഡി മസാജ് കംപ്ലീറ്റ് ഫ്രീ. എന്തോ ചെയ്താലും എല്ലാം ഫ്രീ.
ചുരുക്കി പറഞ്ഞാൽ രണ്ടുപേരും കൂടി കച്ചവടമൊന്നുമില്ലാതെ വലിച്ചു കുത്തി ഇരിക്കുക. ഞാൻ അറിഞ്ഞാലും സംഭവങ്ങളൊക്കെ നാട്ടുകാരൊക്കെ പറയുകയോ ലൈവ് കാണുകയൊക്കെ ഞാൻ ചെയ്തു. ഇപ്പം നാട്ടുകാരും ഇങ്ങോട്ട് കയറാറില്ല, ഇല്ലയോ? പിന്നെ എന്തോത്തിനാ ചേച്ചി ഇപ്പം ഇങ്ങോട്ട് കയറി വന്നത്? ഞാൻ വന്നത് എന്തിനാന്ന് വെച്ചാൽ നാട്ടുകാരുടെ സംസാരം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി വളരെ വേഗത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണെന്നിത്. ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക് ഇൻഷുറൻസ് കൊടുക്കുന്ന ഒരു ഏജന്റാണ് ഞാൻ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യമാണിത്. കാരണം ഏത് നിമിഷമാണെങ്കിലും ഇത് പൂട്ടാ. ഇതിപ്പോൾ എടുത്തു വെച്ചാൽ നാളെ കാലത്ത് ഈ അമ്മയ്ക്കോ ബിസിനസ്സിനോ വല്ല സംഭവിച്ചാൽ നോക്കിയത് ഉപകരിക്കും. എനിക്ക് വേണം. അങ്ങനെയാണെങ്കിൽ ആ ഇൻഷുറൻസ് എനിക്ക് വേണം. ആ, അതുപോലെ നാളെ കാലത്ത് ഈ ബിസിനസ് തകർന്നതിൻ്റെ പേരിൽ ഈ കൊച്ചു ആത്മഹത്യകളും ചെയ്യുവാണെങ്കിൽ ചേച്ചിക്ക് അത് ഉപകരിക്കും. എനിക്കും വേണം. ആ, രണ്ടുപേർക്കും ബിസിനസ് പൊട്ടുമെന്ന് ഉറപ്പായ സ്ഥിതിക്ക് ഒരു ഇൻഷുറൻസ് എടുക്കട്ടോ. രണ്ടെണ്ണം ഓരോന്നും ഒപ്പിച്ച് വെച്ചിട്ട് കുനിഞ്ഞ് നിൽക്കുന്ന നോക്ക് സ്കൂൾ പിള്ളേരുടെ കൂട്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്ക് സമാധാനമായല്ലോ. എനിക്ക് നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോൾ. എന്നെ എല്ലാവരും കളിയാക്കുക. ഞാൻ രണ്ടുപേരോടും തുടക്കത്തിലേ ഞാൻ പറഞ്ഞാ നിങ്ങൾക്ക് പറ്റിയ പണിയല്ലെങ്കിൽ നിർത്തിയിട്ട് പൊയ്ക്കോണമെന്ന്. എനിക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കണം. എനിക്കൊരു പേരും വിലയൊക്കെ ഉണ്ട്. ഉള്ള കാര്യം ഞാൻ പറയുക. മുഖത്തോട്ട് നോക്ക്. കള്ളത്തരം കാണിക്കുന്നുണ്ട് രണ്ടെണ്ണം കുനിഞ്ഞ് നിൽക്കുന്നത്. മുടിപ്പിച്ചപ്പോൾ രണ്ടെണ്ണത്തിന് സമാധാനമായല്ലോ. ഇപ്പൊ കച്ചവടം ഉണ്ടോടി അവിടെ? ഉണ്ടോ അമ്മേ? ഇല്ല, വരത്തില്ല. ഈഗോയും വെച്ചോണ്ട് ഇങ്ങനെ മുമ്പോട്ട് പൊയ്ക്കോ. എടി 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 നല്ല പേരുണ്ടാക്കിയെടുക്കാനേ കുറച്ച് പാടാ. ചീത്തപ്പേര് വന്നു കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം ചീത്തപ്പേരായിരിക്കും. പിന്നെ അത് മാറത്തില്ല, അറിയാവോ? നാളെ എൻ്റെ കൂട്ടുകാരൻ്റെ പെങ്ങളുടെ കല്യാണമാണ്. അവൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ട്. അവൻ എന്നോട് വിളിച്ചു ചോദിച്ചു നിന്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും വർക്ക് കൊടുക്കണമെന്ന്. ഞാൻ കാലേ കയ്യെ പിടിച്ചിട്ടാണ് എടുത്തത്. അത് കൊണ്ടുവന്ന് കുളവാക്കരുത്. ഇതിനെങ്കിലും പോയി നല്ല രീതിയിൽ ഒരുക്കി ആ പോയ നല്ല പേര് തിരിച്ച് പിടിക്കാൻ നോക്ക്. നിങ്ങളൊന്ന് സ്നേഹത്തോടെ നിൽക്കാ മതി. പറഞ്ഞത് കേട്ടോ? കേട്ടോ. സൽപ്പേര് തിരിച്ചു പിടിക്കണമെന്ന്. പിടിക്കണം. പാര വെക്കരുതെന്ന്. വെക്കരുത്. അങ്ങോട്ടാ എനിക്ക് പറയാനുള്ളത്. എനിക്കും അത് തന്നെ. പെൺകൊച്ചിനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഫൗണ്ടേഷൻ ഷെയ്ഡ് ഏതാ? നല്ലതാ. P1 ആണോ? P1. ആ, P1ഉം P2 എടുത്തേക്കാം. അല്ല, ഞാനിപ്പോൾ പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. നീ ഒരു കാര്യം ചെയ്യും, നേരെ ഓടിച്ചോർത്തിച്ചില്ല. എന്നിട്ട് വൈകുന്നേരത്തെ ഉള്ള റിസപ്ഷൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ചെയ്യും. ആ, അച്ഛനോട് ഞാൻ വിളിച്ച് സംസാരിച്ചോളാം. അങ്ങോട്ട് ചെയ്തേക്കാമോ? ആയിക്കോട്ടെ. ഓ, ഒരു കാര്യം ഉത്തരവാദിത്തത്തോടെ. ആരാ? ഒരുക്കാൻ വന്നതാ. സിദ്ധുവിൻ്റെ ഭാര്യ? അതെ. അപ്പം അത് അമ്മ. അമ്മ. എൻ്റെ മോനും സിദ്ധുവും ഒരുമിച്ച് പഠിച്ചതാ, അറിയാമായിരിക്കുമല്ലോ. അവൻ്റെ ഒറ്റ നിർബന്ധം കൊണ്ടാണ് നിങ്ങളെ ഞാൻ ഇതിന് വിളിച്ചത്. നിങ്ങളുടെ ലൈവും അതുപോലെ തന്നെ നാട്ടുകാർ കുറേ കുറ്റമൊക്കെ നമ്മുടെ അടുത്തൊന്ന് പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് തരണ്ടെന്നുള്ള കാര്യം. പിന്നെ എൻ്റെ ചെറുക്കൻ്റെ നിർബന്ധം കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് തന്നെ അത് തന്നത്. പേടിക്കണ്ട, അമ്മ ഇപ്പൊ പഴയതുപോലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. പക്ഷേ മോളെക്കുറിച്ചാണ് ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടത്. എങ്ങനെയൊക്കെ ആണെങ്കിലും ശരി, എൻ്റെ കൊച്ചിനെ നല്ല വൃത്തിക്ക് ഒരുക്കി വേണം എനിക്ക് പള്ളിയിൽ കാണാൻ. ഒരു കുഴപ്പമില്ല, നല്ലതായിട്ട് ഞങ്ങൾ ഒരുക്കി തരാം. അപ്പോൾ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. പിന്നെ കല്യാണ വീടാ. എൻ്റെ കൊച്ചിനെ അങ്ങനെ മോശപ്പെട്ട രീതിയിൽ ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഈ കല്യാണം കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പം ഞങ്ങളിവിടെ ചില പരിപാടികളൊക്കെ ഉണ്ട്. അടിയും തന്ന് ഞാൻ പറഞ്ഞു വിടും. അത് മനസ്സിലായോ? അമ്മയുടെ പഴയ സ്വഭാവം ഇവിടെ കാണിക്കരുതെന്ന് കേട്ടോ. നീ ഞാൻ കാണിക്കാതിരുന്നാൽ മതി. അപ്പം ശരി, ഇപ്പം എനിക്ക് ഏകദേശം രൂപം കിട്ടുന്നുണ്ട്. മോളെ വിളിക്കാം. കുഞ്ഞേ, മോളെ. കണ്ട എന്റെ അമ്പൂറ്റി കൊച്ച്. എന്തോന്ന്? അവനുണ്ടാരിയമ്മേ.
മോളെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് കേട്ടോ. എവിടെ വെച്ച്? നീ ഇന്നലെ എന്നോട് പറഞ്ഞതോ ഈ കൊച്ചിനെ കണ്ടിട്ടില്ലെന്ന്. ഞാൻ ഈ കൊച്ചിനെ കണ്ടിട്ടില്ല. പിന്നെ ഇപ്പൊ ഈ കൊച്ചിനോട് പറഞ്ഞതോ നിന്നെ കണ്ടിട്ടുണ്ടെന്ന്. അമ്മ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞത് സത്യമോ? പക്ഷെ അമ്മ ഉദ്ദേശിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ, ഈ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ കൊച്ചിനെ കണ്ടിട്ടില്ല ശരിക്കും. നീ എന്തു കൊച്ചാ ഈ പറയുന്നത്? കണ്ടിട്ടുണ്ടെന്ന് പറയുന്നത്, കണ്ടിട്ടില്ലെന്ന് പറയുന്നത്, എന്തുവാ ഇത്? അമ്മയൊന്നും മിണ്ടായി അമ്മേ. മോളെ ഞാൻ ശരിക്കും മോളെ കണ്ടിട്ടുള്ളത് എങ്ങനെയാണെന്നറിയാമോ? സ്വപ്നത്തില്. ആ സമയത്ത് ഞാൻ മോളെ ഒരുക്കുമായിരുന്നു. എൻ്റെ ബ്രഷുകൾ ടച്ച് ചെയ്തപ്പോൾ മോളെ എന്നാ സുന്ദരിയായിരുന്നു അറിയാമോ? ശരിക്കും? ഓ തുടങ്ങി, നാക്ക് കൊണ്ടുള്ള മേക്കപ്പ് തുടങ്ങി. എന്തുവാ? ഒന്നുമില്ല മോളെ, മോളെ നല്ല പെർഫെക്ഷൻ ആയിട്ട് അടിപൊളിയായിട്ട് ഞാൻ ഒരുക്കി തരും. അതാ ഞാൻ ഉദ്ദേശിച്ചത്. തുടങ്ങി, സ്ഥിരം ഡയലോഗ് തുടങ്ങി. മോളുടെ പേരെന്തുവാ? ഓ സ്വപ്നത്തിൽ കണ്ടപ്പോ പേര് പറഞ്ഞില്ലായിരിക്കും. ഓ പറഞ്ഞ പോലെ സ്വപ്നത്തിൽ ശബ്ദമില്ലല്ലോ, കേട്ട് കാണത്തില്ല. മോളുടെ പേരെന്തുവാ? ദിയ. ആഹാ, എന്ത് നല്ല ഐശ്വര്യമുള്ള പേര്. മോളുടെ മുഖം പോലെ തന്നെ ഐശ്വര്യമുള്ളതും അർത്ഥമുള്ളതുമായിട്ടുള്ള പേരാ. ആഹാ, എന്നാ ദിയയുടെ അർത്ഥം എന്തുവാന്ന് നീ ഒന്ന് പറഞ്ഞേ. വിളക്ക്. അതെ, വെടക്കെന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ. ഞാൻ വിളക്കെന്നല്ല പറഞ്ഞ, വിളക്ക്. അതിന്റെ അർത്ഥമാ വിളക്ക്, ദീപം. അല്ലേ മോളെ? ഓ അയ്യോ, അങ്ങനായിരുന്നോ? സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഓ എന്ത് രസം അറിയത്തില്ലെന്നൊക്കെ പറയുന്നത് കേൾക്കാൻ തന്നെ. നോക്ക് ഏത് തരത്തിലുള്ള മേക്കപ്പാ വേണ്ടേ? അല്ല, എനിക്ക് അതിനിത്ര ചോദിക്കാൻ എന്തുവാ? നല്ല ശാലീന സൗന്ദര്യമുള്ള ഒരു കൊച്ചാ അത്. നാടൻ രീതിയിൽ അങ്ങോട്ട് ഒരുക്കണം ഇല്ലേ മോളെ? എനിക്ക് സത്യത്തിൽ വെസ്റ്റേൺ ലുക്കൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. മോളെ പറയുന്നുള്ളൊന്നും തോന്നരുത്, മേക്കപ്പിനെ പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ല. മോക്ക് ഏത് ടൈപ്പ് സ്കിന്നാണ് വേണ്ടുന്നത്? മാറ്റ് ആണോ, ഗ്ലാസ് ആണോ, നാച്ചുറൽ ആണോ, നോ മേക്കപ്പ് ആണോ, എങ്ങനത്തെ ലുക്കാണ് വേണ്ടുന്നത്? എനിക്ക് ഗ്ലാസ് സ്കിന്നാ ഇഷ്ടം. മോളെ ഈ പറഞ്ഞ സാധനം കുറച്ച് സമയം കൊണ്ട് ഞാൻ ചെയ്തു തരാം, പേടിക്കണ്ട. മോക്ക് എണ്ണ തലയിൽ തേക്കുന്ന ഇഷ്ടമാണോ? എനിക്ക് ഇഷ്ടമേ അല്ല. അപ്പൊ തന്നെ ആ ഹാക്ക് അവിടെ ഏക്കത്തില്ല, അങ്ങോട്ട് മൂലക്കോട്ട് മാറി ഓടിയിരുന്നു. നീ അങ്ങോട്ട് മാറിയേരും മൂലക്കോട്ട്. ചേച്ചി പിന്നെ അതുണ്ടല്ലോ. മോളെ പ്ലീസ്, മോളൊന്ന് സംസാരിക്കരുത് ഇനി. മോൾ എന്താ പറയാൻ വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. മോള് കണ്ടതൊന്നും സത്യമല്ല. മോള് കണ്ടതെല്ലാം ആയിരുന്നു, പ്രത്യേകിച്ച് ആ ലൈവ്. പിന്നെ ആവശ്യമില്ലാത്ത നെഗറ്റീവ് റിവ്യൂ ഒക്കെ പേടാണ് മോളെ. ആര് പേട് റിവ്യൂ ചെയ്യാൻ? മോളെ അതുണ്ടല്ലോ, നമ്മുടെ കടയുടെ ഓപ്പോസിറ്റ് ഒരു കടയുണ്ട്. അവർ നമ്മളെ തകർക്കാനായിട്ട് ചെയ്ത പണിയായത്. അല്ലാതെ മോള് അതിനകത്തൊന്നും പേടിക്കുകയൊന്നും വേണ്ട കേട്ടോ. അമ്മയ്ക്ക് ബുദ്ധിയില്ലെങ്കിലും അമ്മ ഈ പറഞ്ഞ കാര്യം കറക്റ്റാ. ആണോ? പക്ഷെ അതുണ്ടല്ലോ ചേച്ചി. അപ്പൊ ഒന്നും പറയണ്ട, മോള് മിണ്ടാതെ നിന്ന് ഒരുക്കാൻ വേണ്ടി ഇരുന്ന് തന്നാ മതി. അതെ, സമയം ഒരുപാടായി. ആ സമയത്തിന് മുമ്പേ ഇപ്പൊ തീർക്കും. പെട്ടെന്ന് വേണം, ബന്ധുക്കളൊക്കെ വന്നു തുടങ്ങി. 10 മണിയാകുമ്പോൾ പള്ളിയിൽ എത്തണ്ട. ആയിക്കോട്ടെ ആയിക്കോട്ടെ, അവര് വരട്ടെ. അവരോട് ഇരുന്ന് കഴിച്ചിട്ട് പോകാൻ പറ. പള്ളിയിൽ നിന്ന് വിളിച്ച് ധൃതി പിടിപ്പിച്ചോണ്ടിരിക്കുക, താമസിക്കാൻ പാടില്ല. 10 മണിയാകുമ്പോൾ അവിടെ എത്തണം. എടേ പോടേ. എന്തോടാ? അമ്മേ ദാണ്ടെ ഞാൻ ഈ മേക്കപ്പ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യട്ടെ. അമ്മ അങ്ങോട്ട് ക്രിമ്പ് ചെയ്തേ കൊച്ചിന്റെ തലമുടി ഒന്ന്. എന്നോട് ആജ്ഞാപിക്കുന്നു. ഒരു കാര്യം ചെയ്, കിംബ്രങ്ങ് എടുത്ത് വെച്ചെന്നിരിക്കട്ടെ. നീ ആ ലെൻസ് എടുത്ത് അങ്ങോട്ട് മാറ്റുവേ. ഞാൻ ലെൻസ് എടുത്ത് വെച്ചു എന്നങ്ങ് വിചാരിച്ചു. ഐഷാഡോ എടുത്ത് വെക്ക്. ഐഷാഡ് അങ്ങ് എടുത്ത് വെച്ചെന്ന് വിചാരിച്ചോ. നീ ആ ഐലൈനർ എടുത്ത് അങ്ങ് വയ്യ. ഐലൈനർ എടുത്ത് വെച്ചു എന്നങ്ങ് വിചാരിച്ചു. അമ്മ ലാഷ് ഗ്ലൂ ഒട്ടിക്ക്. ആ ലാസ്റ്റ് പൂ അങ്ങ് എടുത്ത് വെച്ചെന്നിരിക്കട്ടെ. ഞാൻ നീ ആ മസ്കാര അങ്ങ് എടുത്ത് പോയി. ചേച്ചി അതുണ്ടല്ലോ. മോളെ ഒരു മിനിറ്റ് ഒരു കാര്യം സംസാരിക്കുക. 1 മിനിറ്റിന് മോളെ നിൽക്കും മോളെ, ഞാൻ 1 മിനിറ്റ് ഒന്ന് പറഞ്ഞോട്ടെ. മസ്കാര എടുത്ത് വെച്ചു എന്നങ്ങ് വിചാരിച്ചോ. അമ്മ ഐബ്രോ ഒന്ന് ഷേപ്പ് ചെയ്ത് വെച്ചേ. ഐബ്രോ ഞാൻ അങ്ങ് ഷേപ്പ് ചെയ്തെന്ന് വെച്ചോ. നീ ആ ബേസ് എടുത്ത് അങ്ങോട്ട് ഇട. ഞാൻ ബേസ് ഇട്ടു എന്ന് തന്നെ വിചാരിച്ചോ. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തു. ഫൗണ്ടേഷൻ ഞാൻ അങ്ങ് വെച്ചെന്നിരിക്കട്ടെ. നീ ആ പൗഡർ എടുത്ത് അങ്ങോട്ട് പോയി. ഞാൻ പൗഡർ എടുത്ത് വെച്ചു എന്ന് തന്നെ വിചാരിച്ചോ. ചേച്ചി അത് പിന്നെ ഉണ്ടല്ലോ. മോളെ ഒരൊറ്റ മിനിറ്റ് സംസാരിക്കുമെന്ന് പറഞ്ഞില്ലയോ, ഒന്ന് വെയിറ്റ് ചെയ്യേ. ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തു എന്നങ്ങ് വിചാരിച്ചോ. കോണ്ടൂർ ചെയ്തു. നീ ഒരു കാര്യം ചെയ്, ആ കോണ്ടൂർ ഞാൻ ഇട്ടെന്ന് വെച്ചോ. നീ ആ ലിപ്സ്റ്റിക് എടുത്ത് അങ്ങോട്ട് വയ്യ. ഞാൻ ലിപ്സ്റ്റിക് ഇട്ടു എന്ന് തന്നെ അങ്ങ് വിചാരിച്ചു. സെറ്റിംഗ് സ്പ്രേ അടിക്കും. ഞാനേ ആ സെറ്റിംഗ് സ്പ്രേ അങ്ങ് വെച്ചെന്ന് വിചാരിക്കട്ടെ. നീ ആ ഡ്രസ്സ് അങ്ങോട്ട് എടുത്തെടുപ്പില്ല. ഞാൻ ഡ്രസ്സ് ഏൽപ്പിച്ചു എന്നങ്ങ് വിചാരിച്ചു. പെണ്ണിനെ ഇറക്കിക്കോ. ചേച്ചി ഓ എന്നാ ഭംഗിയാന്നേ.
ഞാൻ സ്വപ്നത്തിൽ കണ്ടപ്പോഴേ വിചാരിച്ചു ഈ കൊച്ചിനെ എൻ്റെ കൈ തന്നെ കിട്ടുമെന്ന്. സുന്ദരി അമ്പൂറ്റി കൊച്ച്. മോക്ക് മേക്കപ്പിൽ എന്തെങ്കിലും സജഷൻ ഉണ്ടോ? എനിക്കുണ്ടൊരു സംശയം. ആ സംശയം അവിടെ ഇരിക്കട്ടെ. ആ സംശയനെ പറ്റി ഇവിടെ ആരും ചോദിച്ചില്ല കേട്ടോ. മൂലിക്ക് മാറിയിരിക്കും. മോക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടോ? സജഷൻ ഒന്നും ഇല്ല ചേച്ചി. വേണ്ട വേണ്ട വേണ്ട. സജഷൻ ഒന്നും ഇല്ലെങ്കിൽ ഒന്നും മിണ്ടണ്ട. മോള് പഴയ കാര്യങ്ങളും പറയാൻ തുടങ്ങുമ്പോൾ ഞാൻ പറയുന്നുണ്ട് അതെല്ലാം ആണ്, അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേ വേണ്ട. മോളെ ഇതൊക്കെ അസൂയക്കാർ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നതാ. കണ്ട വീഡിയോ എല്ലാം കേട്ടോ. മോക്ക് ഞാൻ ഒരു നോ മേക്കപ്പ് ഗ്ലാസ് ലുക്ക് തരാം. നല്ല രസമായിരിക്കും. നമുക്കേ ഒരുങ്ങാൻ തുടങ്ങിയാലോ? ചേച്ചി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എന്താ ഇത് മോളെ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഈ ഇടയ്ക്കിടയ്ക്ക് വന്ന് കഥവ് കൂട്ടുന്നത് ഈ വീട്ടിലെ പപ്പയാണോ അതോ അമ്മാവനാണോ? പപ്പയാ. എന്തേ? അല്ല, സാധാരണ കല്യാണ വീടുകളിലെ ചോറ് പിടിച്ചത് പപ്പമാർക്കല്ല അമ്മാവന്മാർക്കാ. ഇത് അമ്മാവനോ പപ്പയൊന്നും അറിയാൻ വേണ്ടിട്ടാ. പെട്ടെന്ന് അങ്ങോട്ട് അല്ലെങ്കിൽ ആ പപ്പ ഇപ്പൊ കഥവും പൊടിച്ച് ഇവിടെ കയറി വരും. ഇനി അങ്ങനെ കൂടെ ഓരിക്കേണ്ടി വരും. ചേച്ചി സമയം കുറെ ആയി. ഓ, എന്തെങ്കിലും കുത്തി കയറ്റി വെക്കാമേ വായിക്കാത്തോട്ട്. എന്തായിരിക്കും കൊച്ചേ അവിടെ? സമയമാണ്. ചേടാ, ഇതിപ്പോ എത്ര നേരമായത്? 10 മണിയാകുമ്പോ പള്ളിയിൽ എത്തണമെന്ന്. ഒന്ന് ഇറങ്ങാമോ ഇങ്ങോട്ട്? കഴിഞ്ഞ സാറേ ഏതാണ്ട് വരുന്നു. പറയാനാന്ന് പറഞ്ഞു. And I find myself wondering what did happen to the last 10. I ran away with my life, fast forward, never turn back again. It's kind of funny that the more we pass time, the more we need to set them rewind. And 19 was the year I had to leave you, but now I'm seeing all the signs. കൊള്ളാം മോളെ, നന്നായിട്ടുണ്ട്. എൻ്റെ കുട്ടി ഇത്രയും വളർന്ന കാര്യം അച്ഛനറിഞ്ഞില്ല. എങ്ങനെയുണ്ട് ഒരുക്കിയേക്കുന്നത്? കൊള്ളാം, അടിപൊളി, ഒന്നും പറയാനില്ല. സത്യം പറഞ്ഞോണ്ടല്ലോ, നിങ്ങൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ ഞാൻ തിരിച്ചെടുത്തു. എന്നോട് ക്ഷമിക്കണം. നാട്ടുകാർ നാറുകൾ എന്തൊക്കെ അപവാദങ്ങളാണ് നിങ്ങളെക്കുറിച്ച് പറഞ്ഞു നടക്കുന്ന അറിയാമോ? ഒറ്റൊരുത്തരും ഞാൻ വിശ്വസിക്കത്തില്ല. നന്നായിട്ടുണ്ട്. ഇപ്പം എൻ്റെ മോളെ കണ്ടു കഴിഞ്ഞോണ്ടല്ലോ, കെട്ടുപ്രായം തകഞ്ഞിരിക്കുന്ന പെണ്ണിനെ പോലെ തന്നെയുണ്ട്. ഒരു മണവാട്ടിക്കുട്ടി. കെട്ടാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങിയ പെണ്ണിന്റെ അടുത്താണോ കെട്ടുപ്രായമായോ മോളെ എന്ന് ചോദിക്കുന്നത്? എന്താ നിങ്ങൾ എന്നാണ് പറയുന്നേ? ഇത് കല്യാണം പെണ്ണൊന്നും അല്ല, ഇതെന്റെ ഇളയ കൊച്ചല്ലയോ? അല്ലെങ്കിൽ തന്നെ കല്യാണ പെണ്ണിന്റെ അനിയത്തി എന്തിനാ ഇത്ര ഒരുക്കുന്നേ? എന്റെ കൊച്ചിനെ ഒരുക്ക്. 9 മണിയായി. 10 മണിയാകുമ്പോ ചെറുക്കൻ കൂട്ടുകാർ പള്ളി വരും. പപ്പ 9 മണിയായി, എന്നെ ഒരുക്കാൻ പറ. നീ എന്തോത്തിനാടി എന്റെ ഗൗൺ ഇട്ടോടെ നിക്കുന്നേ? ഞാൻ ഇട്ടതല്ല, എന്നെ ഇടിയിപ്പിച്ചതാ. ആര്? ഇവര് രണ്ടുപേരും. എന്നതൊക്കെയാണ് നിങ്ങൾ കാണിച്ചു വെക്കുന്നത് ഇവിടെ? ഇതാ എന്റെ മോള്, മൂത്ത മോള്, കല്യാണ പെണ്ണ്. അങ്കിളല്ലേ പറഞ്ഞത് ഇതാ കല്യാണ പെണ്ണെന്ന്? അച്ഛൻ എന്തിനാ അങ്ങനെ പറഞ്ഞേ? ഞാൻ പറഞ്ഞോ? അല്ല, ഞങ്ങള് വന്നപ്പോ മോളെ വിളിക്കാൻ പറഞ്ഞപ്പോ മോളെ വിളിച്ച് അകത്തോട്ട് കയറ്റി വിട്ടില്ലേ? ഇവിടെ നിങ്ങൾ എന്നൊക്കെ പറയുന്നേ? അത് പിന്നെ പപ്പ മോളെ നല്ല വിളിച്ചുള്ളൂ. മൂത്ത മോളാണോ ഇളയ മോളാണോ എന്ന് പറഞ്ഞില്ലല്ലോ. ഞാനും ഓടിപ്പോയിരുന്നു. ആ കള്ളി. അച്ഛാ, എന്റെ ഡ്രീം ഗൗണ്. മോടെ പപ്പേ, ഇവളാ എന്നോട് പറഞ്ഞത് ഇതാ കല്യാണ പെണ്ണെന്ന്. ഞാനപ്പോ പറഞ്ഞതാ കല്യാണ പെണ്ണെന്ന്? ഞാൻ പറഞ്ഞിട്ടില്ല. എടി കള്ളി, കള്ളം പറയരുത്. നീ അല്ലേ പറഞ്ഞു സ്വപ്നത്തിൽ കണ്ട കല്യാണ പെണ്ണ് ഇതാണെന്ന്? സ്വപ്നത്തിൽ കണ്ട കല്യാണ പെണ്ണ് ഇതാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സ്വപ്നത്തിൽ ഞാൻ കണ്ടു എന്നേ പറഞ്ഞിട്ടുള്ളൂ. അമ്മയല്ലേ അമ്മ പറഞ്ഞത് ഈ കൊച്ചിനെ കണ്ടിട്ടുണ്ടെന്ന്? എന്നിട്ട് അമ്മയ്ക്ക് മനസ്സിലായില്ലയോ? അല്ല, ഞാൻ കണ്ടായിരുന്നു. അത് കുഞ്ഞു പരുവത്തിലാ കണ്ടത്. ഓ, നിങ്ങൾ എന്തൊക്കെ ഫൂളിഷ്നെസ് ആയി പറയുന്നേ. എടി, ഒരുക്കുമ്പോ നിനക്കെങ്കിലും വാതർന്ന് പറഞ്ഞുകൂടായിരുന്നോ? അത് ശരിയാ. എന്റെ പപ്പ ഒരു 100 വട്ടം ഞാൻ പറയാൻ നോക്കിയതാ, പറയാൻ സമ്മതിക്കത്തില്ലെന്നേ. രണ്ടും കൂടെ
ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി 3/4 മണിക്കൂറുണ്ട്. ആ ഡ്രസ്സ് ഒരു കൊച്ചിനെ കൊടുത്ത് ഒരുക്കേ. അയ്യോ അത് പറ്റത്തില്ല. അയ്യോ, ഞാൻ ആദ്യം ഈ കൊച്ചിന് ഗൗൺ ഇട്ടപ്പോഴേ ലോക പോലെ ഇടക്കുമായിരുന്നു. ഞാൻ പിന്നെ അത് കട്ട് ചെയ്ത് സൂചി നൂലും വെച്ച് സ്റ്റിച്ച് ചെയ്ത് എൻ്റെ എംബ്രോയ്ഡറി ഒക്കെ കൊടുത്ത് അത് മാറ്റി കൊച്ചിൻ്റെ സൈസാക്കി. ചുരുക്കി പറഞ്ഞ് ഞാനതങ്ങ് ആൾട്ടർ ചെയ്ത്. അതുകൊണ്ട് ഇനി ഇത് അതി കയറത്തില്ല. വിഷമിക്കണ്ട, വിഷമിക്കേ വേണ്ട. 3/4 മണിക്കൂറുണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട്. എൻ്റെ അടുത്ത് വല്ല കടയുണ്ടെങ്കിൽ വേറെ വല്ല ഗൗണും വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതിനെ ഇടിയിപ്പിച്ച് ഞാൻ 3/4 മണിക്കൂർ കൊണ്ട് ഒരുക്കി തരാം. അല്ല, 1/2 മണിക്കൂർ കൊണ്ട് ഗ്ലാസ് സ്കിൻ ചെയ്ത് തരാം. പോയപ്പാ പോയി. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഇവറ്റുകളെ വിളിക്കണ്ടെന്ന്. എൻ്റെ 5ാമത്തെ കല്യാണവും പോയി. പാവം കൊച്ച്. ഞാൻ ഇനി എന്തോ വേണം? കഴിഞ്ഞ് 2 എണ്ണത്തിനുണ്ടല്ലോ, 2 എണ്ണത്തിന് ഞാൻ ഇന്നലെ കൊല്ലാൻ പോവാ. കാണിച്ചാൽ എന്റെ കൊച്ചിന്റെ കല്യാണം മുടങ്ങി. ചപ്പിക്ക് ദേഷ്യമായോ മോളെ? എന്താ